ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. ആര്യാടൻ മുഹമ്മദിൻ്റെ പൊന്നുമകൻ, മനുഷ്യത്വം ഉള്ള മനുഷ്യൻ, ജാതിയോ മതവും ഒന്നും നോക്കാതെ എല്ലാവർക്കും പ്രിയങ്കരനാണ് ആര്യാടൻ ഷൗക്കത്ത്. അച്ഛൻ്റെ പാരമ്പര്യം അതേപോലെ പിന്തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി ജീവൻ കളഞ്ഞ് അവിടെ പ്രവർത്തിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യസ്നേഹിയാണ് ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ മുഹമ്മദിനെ പോലെ തന്നെയാണ്. ആര്യാടൻ മുഹമ്മദ് എങ്ങനെ ജനങ്ങളെ സ്നേഹിച്ചോ അതുപോലെ ആ മനുഷ്യൻ സ്നേഹിക്കും. CPM നിരീശ്വരവാദം വഴി വരുന്ന കുറച്ച് പിണ്ണാക്ക്, തേങ്ങ അങ്ങനെയൊക്കെ പറയുന്ന ഡ്രിൽ മാഷ്, കൊടിയേരിക്ക് ശേഷം വന്ന ഡ്രിൽ മാഷ് പറയുന്ന കുറച്ച് വേരത്തനങ്ങളുണ്ട്. പിന്നെ വിജയരാഘവൻ പറയുന്ന കുറച്ച് വിജയരാഘവനായാലും ഒരായാലും സ്ഥാനാർത്ഥി ആണായതുകൊണ്ട് കൊള്ളാം. ഒരു പെണ്ണായിരുന്നെങ്കിൽ എന്തുമാത്രം കേൾക്കണമായിരുന്നു. ഈ വിജയരാഘവൻ പരാജയരാഘവനാണ്. ഒന്ന് ഡ്രിൽ മാഷ്, ഏകാധിപതി, കേരളം ഭരിക്കുന്ന ഏകാധിപതി. പാർട്ടിയിലുള്ള ആർക്കും ഒന്നും അങ്ങോട്ട് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ TP 51 വെട്ട്. ഇത് പേടിച്ച് സകലരും മിണ്ടാതിരിക്കുന്നു. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത്, ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ, അദ്ദേഹം എല്ലാ വിശ്വാസങ്ങളും എല്ലാ ജനങ്ങളുടെ കാര്യങ്ങളും ഏതൊരു വ്യക്തിക്കും ഏതൊരു സമയത്തും ആ വീട്ടിനോട് പോയി മുട്ടി വിളിക്കാം. ഉമ്മൻചാണ്ടിയുടെ വീട് പോലെ ആർക്കും പോയി മുട്ടി വിളിക്കാവുന്നതാണ്. മുട്ടി വിളിച്ചാൽ അവർ അതിനെല്ലാം ചെയ്യും. അത്രയ്ക്കും നല്ല രീതിയിൽ ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും ഇപ്പോഴും പ്രവർത്തിച്ചു പോകുന്നു. പാവങ്ങളെ സഹായിക്കാനും നിവൃത്തിയില്ലാത്ത മക്കൾക്ക് ബുക്കായാലും എന്ത് കാര്യമായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അവിടെ വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്ക് ഈ സ്ഥാനാർത്ഥിയെ കണ്ടില്ലല്ലോ. LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പം നിൽക്കുന്നില്ലേ, അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. ആ മനുഷ്യൻ ചെളിയിലും മറ്റുമൊക്കെ ഇറങ്ങി നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. മനസ്സിലായ? ആ സമയത്ത് എറണാകുളത്ത് സൂയിക്കുകയായിരുന്ന ഒരു മനുഷ്യൻ ഇപ്പം വന്ന് LDFൻ്റെ പേരിൽ അവിടെ മത്സരിക്കാം. എന്തിനാണ് നമ്മളെ പറ്റിക്കാൻ? ഏകാധിപതി അദ്ദേഹത്തെ